ഹലോ. ഇന്ന് ഞാൻ ഒരു 1.5 വർഷം ഞാൻ വർക്ക് ചെയ്തൊരു സ്ഥലത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സുഡിയോ എന്നൊരു ബ്രാൻഡിലാണ് ഞാൻ 1.5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ സുഡിയോയിലേക്ക് ജോലിക്ക് കയറാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് കാണുമ്പോൾ സുഡിയോ കണ്ടിട്ടാണ് കേട്ടോ. പുറമേ നോക്കുമ്പോൾ സ്റ്റാഫുകളൊക്കെ വെറുതെ നിൽക്കുന്നു, കസ്റ്റമർ സർവീസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത്ര എളുപ്പമുള്ളൊരു ജോലി തിരഞ്ഞെടുത്തോടാം. അങ്ങനെയാണ് ഞാൻ സുഡിയോയിലേക്ക് കാലെടുത്ത് കുത്തുന്നത്. പക്ഷേ സുഡിയോയിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സീരിയസ്ലി ഗൈസ്, ഇത്രയും പണിയുള്ളൊരു സ്റ്റോർ, ഇത്രയും പണിയുള്ള സ്റ്റോർ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വിട്ടുപോയി എന്നുള്ളത്. പക്ഷേ അവിടെ പിള്ളേരുകൾ ഫ്രണ്ട്സായി. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിന്നോടാ, നമ്മുടെ ഈ കാറ്റഗറിയിലുള്ള പിള്ളേരുകളാണ്, നമുക്കൊരു കോളേജ് വൈബാണ് അവിടെ ഫീൽ ചെയ്തത്. അങ്ങനെ പതിയെ ഞാനും സ്റ്റുഡിയോ ആയിട്ട് ഭയങ്കര കണക്ഷനായി. എത്ര പണിയുണ്ടെങ്കിലും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്ന ഒരു ഫീൽ വന്നു തുടങ്ങി. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നമ്മുടെ സന്തോഷത്തിനാണല്ലോ മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെ ഞാനും അവിടെ നിന്ന് പോയി. ഇതാണ് നമ്മുടെ ഫ്രീ ടൈം ആണ് കേട്ടത്. നമ്മുടെ ഫ്രീ ടൈം എന്ന് പറയുന്നത് രാവിലെ വന്ന് നമുക്ക് ന്യൂ ലൈൻസ് അല്ലെങ്കിൽ ഡെയിലി റീപ്ലനിഷ്മെൻറ്റ് സ്റ്റോക്ക് ഉണ്ടാവും. ഈ ഡെയിലി റീപ്ലനിഷ്മെൻറ്റ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ വെറുതെ ഇരുന്നൊരു ദിവസമാണ് കേട്ടത്. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എല്ലാ ദിവസവും നമുക്ക് രാവിലെ വരുമ്പോൾ എന്തെങ്കിലും സ്റ്റോക്ക് ഇറക്കാനുണ്ടാവും. അപ്പോൾ ഒരു ദിവസം നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവളാണ് സാൻഡി ആൻഡ് ദിസ് ഈസ് അവർ ഗ്യാങ് അല്ല, നമ്മുടെ ഫ്രണ്ട്സ്. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെറിയ ചെയ്യുന്ന മൊമെൻറ്റാണ് കേട്ടോ, നമ്മൾ ഫുഡ് കഴിക്കുന്ന മൊമെൻറ്റ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഈ മൊമെൻറ്റ്സ് എനിക്ക് എൻ്റെ കൂടെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഓരോ മൊമെൻറ്റ്സ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വയ്ക്കും. അതിലൊരു മൊമെൻറ്റാണ് കേട്ടത്. നമ്മൾ രാവിലെ വന്നിട്ടായാലും ഉച്ചയ്ക്കായാലും ഫുഡ് കഴിക്കുന്ന മൊമെൻറ്റ്സ് ഭയങ്കര, ആ ടൈമിൽ നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ പറയും, നമ്മുടെ സന്തോഷങ്ങൾ പറയും, നമ്മുടെ സങ്കടങ്ങൾ പറയും. അങ്ങനത്തെ ഒരു മൊമെൻറ്റാണ് കേട്ടത്. ഞാൻ ഏറ്റവും വെയിറ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്തൊരു മൊമെൻറ്റാണ് കേട്ടത്. കാരണം നമ്മൾ എവിടെയോ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാ വിഷമങ്ങളും മറന്ന് ചിരിച്ച് കളിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മൊമെൻറ്റ്സ് ആണിത്. ആൻഡ് ഇത് നമ്മുടെ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണിത്. നമ്മൾ തന്നെ ഡെക്കോർ ചെയ്തു, നമ്മൾ തന്നെ കേക്ക് വാങ്ങിച്ചു, നമ്മൾ തന്നെ ഓരോ പ്ലാൻ ചെയ്തു, നമ്മൾ തന്നെ എല്ലാം ചെയ്തത് നമ്മളാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഈ മൊമെൻറ്റ് നമുക്ക് നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റുന്ന മൊമെൻറ്റ്സാണ്. അങ്ങനത്തെ ഒരു മൊമെൻറ്റാണ് കേട്ടത്. ഈ ആൻഡ് നമ്മുടെ സ്റ്റോറിൽ ജെൻസ് ആണെങ്കിൽ ഭയങ്കര എൻ്റർടൈനേഴ്സ് ആയിരുന്നു. അവർക്കിങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പിള്ളേരുകളായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾക്കും ഈ ഒരു ആനിവേഴ്സറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റി. പിന്നെ നമ്മുടെ DMs ആയാലും എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചു, പാട്ട് പാടി, വിശേഷങ്ങൾ പറഞ്ഞു. ഒക്കെ നമ്മൾ ആ ഒരു ദിവസം തീർന്നു പോയിട്ടോ. ആൻഡ് ഷീ ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് വൺ ഇൻ മൈ ലൈഫ്. ആൻഡ് ഒരു പൊട്ടത്തി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരാൾ. ആൻഡ് വേറൊരു മൊമെൻ്റാണ് കേട്ടോ എൻ്റെ ലൈഫിൽ. ഞാൻ അവിടെ വർക്ക് പ്രഷറിൽ നിന്ന് മാറി റിലാക്സായി ഇരുന്നിരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ഈ ചായ കുടിക്കാന്ന് പറഞ്ഞത്. ചായ കുടിക്കാന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ചായ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കുക, പിള്ളേരുകളായിട്ട് ചിരിക്കുക, കളിക്കുക, എൻജോയ് ചെയ്യുക. അതിൽ പാട്ട് പാടുന്ന പിള്ളേരുകളാണെങ്കിൽ ഗിറ്റാർ കൊണ്ടുവന്ന് ആ ടൈമിൽ നിന്ന് പാട്ട് പാടാം. അത് ഭയങ്കര, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നിക്കുന്ന ഒരു മൊമെൻറ്റ്സ് ആട്ടോ. അപ്പോൾ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത് ആലോചിക്കുമ്പോൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീസ് സാൻഡി. ഇവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പൊട്ടത്തിയാണ്. മാത്രമല്ല എല്ലാവർക്കും ഫുഡ് കൊണ്ടും ചെയ്യും, എല്ലാവരെയും കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഓണം സെലിബ്രേഷൻ എടുത്തൊരു ചെറിയ വീഡിയോ ക്ലിപ്പാണ് കേട്ടോ. ഓണം സെലിബ്രേഷൻ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചൊരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും നമുക്ക് ചുറ്റുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാവരും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. എല്ലാവരും അന്നാണ് ഇത്രയും നാൾ യൂണിഫോം ഇട്ട് വന്നത്. അന്ന് എല്ലാവരും കളറിട്ട് വന്ന് നല്ല ഭംഗിയിൽ എല്ലാവരും ഒരുങ്ങി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കാണാനായിട്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മെമ്മറബിൾ മൊമെൻറ്റ്സ്. ആൻഡ് ഇതാണ് എൻ്റെ പിറന്നാൾ ദിവസം. അതൊരു ഭയങ്കര സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ടിയൊരു ദിവസമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് ഇതാണ് നമ്മൾ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞത്. കാരണം സ്റ്റുഡിയോയിൽ വർക്ക് കഴിഞ്ഞ് നമ്മൾ 10 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ പോയി ചായ കുടിച്ച് മോഡീസ് കഴിച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ചെറിയ സ്ഥലം എടുത്തത്. ആൻഡ് ഇപ്പോൾ എനിക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത്രേ ഉള്ളൂ നമ്മുടെ